Hi dear students, welcome to Social Studies class. Today we can continue our 6th chapter. Are all ready? Last class we discussed the land surface of Greenland. Greenland lies to the northeast of Canada. Who discovered Greenland? A famous explorer, Eric the Red, discovered Greenland in the 10th century. Which is the capital of Greenland? Yes, Nuuk is the capital of Greenland. Who are the original inhabitants of Greenland? That is Eskimos. Okay. Today we can discuss about climate, animal life and life of the people of Greenland. First topic is climate. The climate is very cold here throughout the year. As Greenland is in the polar region, the sun rays fall in a slanting direction. Hence, the surface does not get heated. The winter months are very long and dark. For several weeks, we can't see sunlight. There is heavy snowfall, the air is cold, the winds that blow are chilly. However, during summers, there is continuous daylight. The sun shines even at midnight, but the temperature is below freezing point. So, this place is called the land of the midnight sun. Okay, the Greenland is called the land of the midnight sun. Why this place is called land of the midnight sun? Some months we can see sun shines at midnight. Okay. Here the climate is very cold throughout the year. അപ്പോൾ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു പോളാർ റീജിയൻ ആണല്ലേ. നമ്മൾ പോളാർ റീജിയണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഗ്രീൻലാൻഡ് ഒരു പോളാർ റീജിയണിലാണ്. ഇവിടെ എന്താണ് സൺ ഷൈൻസ് വരുന്നതിൻ്റെ സ്ലാൻഡിങ് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതായിരുന്നു അല്ലേ. എങ്ങനെയാണ് സെൻട്രൽ ഇക്വേറ്റർ റീജിയണിൽ സൺഷൈൻസ് ഡയറക്റ്റായിട്ട് ഫോൾ ചെയ്യുന്നു അല്ലേ, വേർട്ടിക്കലായി ഫോൾ ചെയ്യുന്നു. ടെമ്പറേറ്റ്സ് റീജിയണിലേക്കാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, സ്ലോപ്പിംഗ് ആയിട്ടുള്ള സൺറൈസ് ആണ് ലഭിക്കുന്നത്. അത് പോളാർ റീജിയണിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് സ്ലാൻഡിങ് ഡയറക്ഷനാണ്. സ്ലാൻഡിങ് ആയിട്ട് മാത്രമാണ് സൺറൈസ് ലഭിക്കുന്നുള്ളൂ. സോ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് എവിടെയാണ്, പോളാർ റീജിയനിലായതുകൊണ്ട് ഹിയർ ദ സൺ റേസ് ഫാൾ ഇൻ എ സ്ലാൻഡിങ് ഡയറക്ഷൻ. ഓക്കെ. ദെൻ ഇവിടെ എന്താണ്, സർഫേസ് ഒരിക്കലും ഹീറ്റ് ആവുന്നില്ല. സ്ലാൻഡിങ് ആയിട്ട് സൺറൈസ് ഈ റീജിയനിൽ ഫാൾ ചെയ്യുന്നുണ്ടെങ്കിലും അവിടുത്തെ സർഫേസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻലാൻഡ് സർഫേസ് അല്ലെങ്കിൽ പോളാർ റീജിയൻ്റെ സർഫേസ് ഒരിക്കലും ഹീറ്റ് ആവുന്നില്ല. വിൻ്റർ മന്ത്സ് നോക്കുകയാണെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാർക്കാണ് ഉള്ളത്. അതായത് ലോങ് മന്ത്സും എന്തായിരിക്കും, ഫുൾ ഡാർക്ക് തന്നെയായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, ഹെവി സ്നോഫാളുമാണ് ഉണ്ടാകുന്നത്. ഇവിടുത്തെ എയറും വിൻസും ഒക്കെ എന്താണ് ഫുൾ കോൾഡായിട്ടാണ് ഉള്ളത്. ബ്രീത്ത് ചെയ്യുന്ന എയറിന് വരെ എന്തായിരിക്കും നല്ല കോൾഡായിരിക്കും ഉണ്ടാകുന്നത്. സമ്മർ സീസൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേ ലൈറ്റാണ് ലഭിക്കുന്നത്. മിഡ് നൈറ്റ് ടൈമിൽ നമ്മൾക്ക് നോക്കിയാൽ എന്താണ് സൺ അവിടെ നിൽക്കുന്നത് കാണാനായിട്ട് കഴിയും. പക്ഷെ സൺ ഷൈൻസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഫ്രീസിങ് പോയിന്റിൽ താഴെയായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതായത് അറൗണ്ട് 6 months ഡേയും അറൗണ്ട് 6 months നൈറ്റുമാണ് ഈ പോളാർ റീജിയൻസിൽ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ 6 months ഡേയും 6 months നൈറ്റും ഉണ്ടാകുന്നത്? എർത്തിൻ്റെ ഇൻക്ലിനേഷൻ മൂലമാണ്. ഇൻക്ലിനേഷൻ മീൻസ് എർത്തിൻ്റെ ചെരിവ് കാരണമാണ്. എർത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഒപ്പം റെവല്യൂഷൻ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്
എർത്തിൻ്റെ ഇൻക്ലിനേഷൻ കാരണമാണ് ഓരോ പൊസിഷനിലെത്തുമ്പോഴും ഒരു ഹെമിസ്ഫിയറിൽ സമ്മർ വരികയും മറ്റേ ഹെമിസ്ഫിയറിൽ വിൻ്ററും ഒക്കെ വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. ഓക്കെ. The ice melts only in summer. Rainfall is very rare. Mosses, lichens, grasses and bushes are the few varieties of vegetation found here. During spring season, we can see some flowering. Both summer and spring are experienced by Greenlanders only for a short period. There are no forests and people get wood from other places. ഈ സമ്മർ സീസണിലാണ് ഗ്രീൻലാൻഡിൽ ഐസ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ സമ്മറിലായിരിക്കും ഹീറ്റ് ഉണ്ടാകുന്നത്. ബട്ട് ഇവിടെ എന്താണ്, റെയിൻഫാൾ എന്ന് പറയുന്നത് വളരെ റെയറാണ്. നന്നായിട്ട് ലാൻഡ് സർഫേസ് ഹീറ്റായെങ്കിൽ മാത്രമാണ് എന്താവുള്ളൂ, ഇവാപ്പറേഷൻ നടക്കുകയുള്ളൂ. ഒപ്പം എന്താണ്, ക്ലൗഡ്സ് ഫോം ചെയ്യുകയും മഴയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹീറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ലോ ആയതുകൊണ്ട് എന്താണ്, ഇവിടുത്തെ റെയിൻഫാൾ എന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പോൾ ഇവിടെ കാണുന്ന വെജിറ്റേഷൻ എന്തൊക്കെയാണ്, മോസസ്, ലിച്ചസ്, ഗ്രാസസ്, ബുഷസ് ഇവയൊക്കെ മാത്രമാണ് ഉള്ളത്. അതായത് പായലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് എന്താണ് പായലുകളും ചെറിയ ചെറിയ പുല്ലുകളുമൊക്കെ വളരുന്നത്. ഓക്കെ. സ്പ്രിംഗ് സീസണിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ റീജിയനിലൊക്കെ എന്താണ് നല്ല ഫ്ലവറിങ് നടക്കുന്ന ടൈമാണ് അല്ലേ. അവിടെ എന്താണ് കുറഞ്ഞ ഫ്ലവറിങ് മാത്രമാണ് സ്പ്രിംഗ് സീസണിൽ ഉണ്ടാവാറുള്ളൂ. ദർ ഈസ് നോ മോർ വെജിറ്റേഷൻ ഹിയർ. വൈ? നമ്മുടെ ഗ്രാസസിന് ട്രീസൊക്കെ ഗ്രോ ചെയ്യണമെങ്കിൽ എന്ത് വേണം, സൺലൈറ്റ് ലഭിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 6 months ലൈറ്റ്സ് ലഭിച്ചെങ്കിൽ 6 months എന്താണ്, അവിടെ സണ്ണ് റൈസ് ചെയ്യുന്നതേ ഇല്ല, സൺഷൈൻസ് വരുന്നതേ ഇല്ല, സണ്ണിന് കാണാനുമില്ല, ഫുൾ ഡാർക്ക് ആയിരിക്കും. അപ്പോൾ പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ എന്താണ്, ദർ ഈസ് നോ ഫോറസ്റ്റ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെയുള്ള ഗ്രീൻലാൻഡേഴ്സ് അവർ വുഡൊക്കെ കളക്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്, മറ്റു പ്ലേസിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ആനിമൽ ലൈഫ്. The animals that have thick fur over their bodies and those that can withstand the extreme cold climate are found in this region. ഇവിടെയുള്ള ആനിമലിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് തിക്ക് ഫർ ഓവർ ദെയർ ബോഡീസ്, അതായത് നല്ല തിക്കായിട്ടുള്ളൊരു സ്കിന്നാണ് ഉള്ളത്. എന്താണ്, നിറയെ ഹെയർസൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള സ്കിന്നാണ് അവർക്ക് ഉള്ളത്. ഇൻ ദിസ് റീജിയൻ വി ക്യാൻ സീ സം ആനിമൽസ്. ദീസ് ആർ ദ റെയിൻഡിയർ, പോളാർ ബിയർ, മസ്ക് ഓക്സൻ, സീൽസ് ആൻഡ് wolf-like dogs called huskies are the important animals of Greenland. ഗ്രീൻലാൻഡിൽ കാണുന്ന മെയിനായിട്ടുള്ള ആനിമൽസ് ഏതൊക്കെയാണ്? റെയിൻഡിയർ, പോളാർ ബിയർ, മസ്ക് ഓക്സൻ, സീൽസ് ആൻഡ് ഹസ്കീസ്. വോൾഫ്-ലൈക്ക് ഡോഗ്സിനെയാണ് ഹസ്കീസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ദീസ് ഹസ്കീസ്. ഓക്കെ. The huskies are essential for domestic purpose. They are used for hunting and pulling the sledges. ഹസ്കീസ് നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് ഗ്രീൻലാൻഡേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഹസ്കീസിനെ അവരെന്തിനൊക്കെ യൂസ് ചെയ്യുന്ന, ഹണ്ടിങ് ആൻഡ് പുള്ളിങ് ദ സ്ലെഡ്ജസ്. ഇതാണ് ഏത് സ്ലെഡ്ജ് എന്ന് പറയുന്ന, ആളുകൾ കയറി ഇരിക്കുന്നു, അത് എന്താണ് ഈ ഹസ്കീസ് വലിച്ചു കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ഏത് സ്ലെഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ ആനിമൽസിനെ ഹണ്ട് ചെയ്ത് പിടിക്കാനും ഈ ഹസ്കീസിനെ യൂസ് ചെയ്യുന്നു. ഒപ്പം എന്താണ് സ്ലെഡ്ജസ് പുള്ളി ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്നു. ഓക്കെ. ദ റീജിയൻ ഹാസ് എ ഫ്യൂ ബേർഡ്സ് ബട്ട് എവറി ഇയർ മില്യൺസ് ഓഫ് ബേർഡ്സ് ലൈക്ക് ഗീസ് ആൻഡ്
വാർഡർ കം ഹിയർ ടു നെസ്റ്റ് ആൻഡ് ഫീഡ്. ഓക്കെ, ഇവിടുത്തെ ബേർഡ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ്. കൂടുതൽ എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, മൈഗ്രേറ്ററി ബേർഡ്സ്. അങ്ങനെയുള്ള ബേർഡ്സുകളാണ് ഇവിടെ പല ഇയേഴ്സിലും ഇങ്ങനെ അവിടെ വന്ന് പോകാറുണ്ട്. അപ്പോൾ മില്യൺസ് ഓഫ് ഗീസ് ആൻഡ് വാർഡേഴ്സ് എന്ന് പറയുന്ന ബേർഡ്സുകളാണ് കൂടുതലും കാണാറുള്ളത്. ഗീസ് എന്ന് പറയുന്നത് നമ്മുടെ താറാവ് ഇനത്തിൽപ്പെട്ടതും വാർഡർ എന്ന് പറയുന്നത് നമ്മുടെ ക്രെയിൻ്റെയൊക്കെ ഗണത്തിൽപ്പെടുന്നത്, നീർക്കൊക്ക് എന്ന് പറയും. ഓക്കെ, ദെൻ സീൽസ്, വാൾറസസ് ആൻഡ് വേൾസ് ആർ ദ പോളാർ ബിയേഴ്സ് ലീവ് ഇൻ ദ സീ ഹിയർ. അപ്പോൾ സീയിൽ കാണുന്നത് എന്തൊക്കെയാണ്? സീൽസ്, വാൾറസസ്, whales and polar bears. Okay, what are the animals found in this Greenland? The reindeer, polar bear, muskox, seals and huskies, and some birds, that is geese, wader. Then in the sea we can see seals, walruses, whales and polar bears. Okay, this is a geese. This we can found in the Greenland region, Greenland of polar region. Okay, next we can discuss about the life of people. The estimated population of Greenland in 1996 was 58,000. Land-wise, Greenland is 50 times bigger than Denmark, but the Denmark consists of about 93 times as many people as Greenland. The Eskimos are people who came to Greenland from North America around 1000 years ago. They constitute 80% of the population, the remaining being Danes. ഇവിടുത്തെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 1996 പോപ്പുലേഷൻ എത്രയാണ്? 58,000 ആണ്. അതായത് നമ്മുടെ ഗ്രീൻലാൻഡ് ലാൻഡ് ഏരിയ നോക്കുകയാണെങ്കിൽ ഡെൻമാർക്കിനേക്കാളും 50 ടൈംസ് ബിഗാണ് ഉള്ളത്. ഓക്കെ, ഇവിടുത്തെ എസ്കിമോസ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിൽ നിന്ന് ഗ്രീൻലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടവരാണ്. അവരാണ് ഏത്? എസ്കിമോസ് എന്നുള്ളത്. ഗ്രീൻലാൻഡിൽ ജീവിക്കുന്ന എസ്കിമോസ് നോർത്ത് അമേരിക്കയിൽ നിന്ന് 1000 ഇയേഴ്സിന് മുമ്പ് ഇവിടേക്ക് വന്നവരാണ്. അവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അറൗണ്ട് 80% ഓഫ് എസ്കിമോസ് തന്നെയാണ് ഗ്രീൻലാൻഡിലുള്ളത്. ബാക്കിയുള്ള 20% ഓഫ് പീപ്പിളും ഡാനസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഓക്കെ, here we can found Eskimos and Danes live in the Greenland. Okay, the Eskimos have short and stout bodies. Their faces are flat with narrow black eyes. They have copper yellow skin. എസ്കിമോസിൻ്റെ ഫിസിക്കൽ ഫീച്ചർ എന്തൊക്കെയാണ്? അവരെന്താണ്? ഷോർട്ടാണ്, ബട്ട് സ്റ്റൗട്ട് ബോഡീസാണുള്ളത്. അവരുടെ ഫേസസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലാറ്റ് ആയിട്ടുള്ള ഫേസാണ്. അവരുടെ ഐസ് എന്ന് പറയുന്നത് എന്താണ്? ചെറിയ ബ്ലാക്ക് ഐസാണ് ഉള്ളത്. പിന്നെ അവിടെ സ്കിന്നിൻ്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? കോപ്പർ യെല്ലോ സ്കിന്നാണ് ഉള്ളത്. ഓക്കെ, വാട്ട് ഈസ് the Eskimos have short stout bodies. Their faces are flat with narrow black eyes. Their skin copper yellow skin. Okay, these people have adapted themselves to the harsh cold climate of Greenland. They are hardworking and cheerful. അപ്പോൾ ഇവിടുത്തെ ഗ്രീൻലാൻഡിലുള്ള ഈ എസ്കിമോസ് എന്ന് പറയുന്നത് എന്താണ്? അവർ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ആ കോൾഡ് ക്ലൈമറ്റിന് സ്യൂട്ടബിളായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ്. ദേ ലീവ് ബൈ ഹണ്ടിങ്, ഫിഷിംഗ് ആൻഡ് ഗാദറിംഗ് റൂട്ട്സ് ഡ്യൂറിങ് ദ ഷോർട്ട് സമ്മർ ആൻഡ് സ്പ്രിംഗ് സീസൺ. അവിടെയുള്ള ആളുകളുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഹണ്ടിങ്, ഫിഷിംഗ്
ആൻഡ് ഹാദറിങ് റൂട്ട്സ്. ഓക്കെ, ഇവയൊക്കെ എപ്പോഴാണ് അവർ ചെയ്യുന്നത്? സമ്മർ ആൻഡ് സ്പ്രിങ് സീസണിലാണ്. വിൻ്റർ സീസൺ കംപ്ലീറ്റ് ആയിട്ട് നൈറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ സമ്മർ ആൻഡ് സ്പ്രിങ് സീസണിലാണ് ദേ ഡൂയിങ് ഹണ്ടിങ്, ഫിഷിംഗ് ആൻഡ് ഗാദറിങ് റൂട്ട്സ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം ലീവ് ഇൻ ഗ്രൂപ്പ്സ്. കൂടുതൽ ആളുകൾ അവരെന്താണ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് ലീവ് ചെയ്യുന്നത്. ഓക്കെ, ദ ഫുഡ് ഓഫ് എസ്കിമോസ് കൺസിസ്റ്റ് മോസ്റ്റ്ലി ഓഫ് സീൽ ആൻഡ് അതർ സ്മോൾ ആനിമൽസ് ലൈക്ക് ഹെയർസ് ആൻഡ് ഫോക്സസ്. അവരുടെ ഫുഡ് എന്താണ്? സീൽസ് ആൻഡ് അതർ സ്മോൾ ആനിമൽസ്, ഹെയർസ് ആൻഡ് ഫോക്സസ്. റാബിറ്റും ഫോക്സും സീൽ എന്ന ഫിഷും ഒക്കെയാണ് അവിടെ ഫുഡ് ഐറ്റം എന്നുള്ളത്. The food that they consume is mostly the heat producing variety because they have to resist the extreme cold climate. അവർ കഴിക്കുന്ന എപ്പോഴും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡാണ്. ഇപ്പോൾ ഈ മീറ്റൊക്കെ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ നമ്മുടെ ബോഡി എപ്പോഴും ഹീറ്റായിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡാണ് അവർ മെയിനായിട്ട് കൺസ്യൂം ചെയ്യുന്നത്. Nowadays Eskimos buy goods brought in from other countries to fulfill their needs. നവഡേയ്സിലെ എസ്കിമോസ് അവരുടെ ഡെയിലി നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതർ കൺട്രീസിൽ നിന്നാണ് അവർ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ദ എസ്കിമോസ് വെയർ ക്ലോത്ത്സ് മെയ്ഡ് ഓഫ് ആനിമൽ സ്കിൻ. എസ്കിമോസ് വെയർ ചെയ്യുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? ആനിമൽ സ്കിൻ കൊണ്ടുള്ള അവയാണ്. എന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ ആനിമൽസിന് നല്ല തിക്ക് ഫർ ആണെന്ന് നമ്മൾ പഠിച്ച തിക്ക് സ്കിന്നാണ് ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ആ സ്കിന്ന് അവർ ഡ്രസ്സുമായിട്ട് വെയർ ചെയ്യുമ്പോൾ അതിനെന്താണ് കോൾഡിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് അതിൽ വാം കിട്ടുന്നു. ഓക്കെ, മെൻ ആൻഡ് വുമൺ ആൻഡ് ചിൽഡ്രൻ വെയർ ക്ലോത്ത്സ് മെയ്ഡ് ഓഫ് സീൽ സ്കിന്ന്. സീൽഡ് സ്കിന്ന് വെച്ച് മേക്ക് ചെയ്യുന്ന ഡ്രസ്സാണ് അവിടുത്തെ മെന്നും വുമണും ചിൽഡ്രനും ഒക്കെ വെയർ ചെയ്യുന്നത്. ദ കോട്ട് ഓർ ജാക്കറ്റ് ഈസ് കോൾഡ് പർക്ക. ഓക്കെ, അവരുടെ കോട്ട് അല്ലെങ്കിൽ ജാക്കറ്റിന് പറയുന്ന പേരാണ് ഏത്? പർക്ക. വട്ട് ഈസ് പർക്ക? ഓക്കെ, the coat or jacket is called parka. It has a hood to cover the head. അവരുടെ ഹെഡ് അവർ ചെയ്തിട്ടുണ്ട്. They generally wear double trousers and high boots which are made of seal skin. അവർ ജനറലായിട്ട് വെയർ ചെയ്യുന്നത് എന്താണ്? ഡബിൾ ട്രൗസേഴ്സും ഹൈ ബൂട്ട്സുമാണ് അവർ വെയർ ചെയ്യുന്നത്. അവ എന്തുകൊണ്ടാണ് മേക്ക് ചെയ്തതാണ്? ബൂട്ട്സൊക്കെ സീൽഡ് സ്കിന്ന് വെച്ച് മേക്ക് ചെയ്തതാണ്. ഓക്കെ, they often decorate their clothes with furs, beads and good luck charms such as carvings or parts of animals. നമ്മളൊക്കെ ഡ്രസ്സ് നല്ല ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ അവരും എന്താണ് ആനിമൽസിൻ്റെ പാർട്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ബീഡ്സൊക്കെ യൂസ് ചെയ്ത് അവർ അവരുടെ ക്ലോത്ത്സ് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അതാണ് അവർ വെയർ ചെയ്യുന്നത്. ദ എസ്കിമോസ് ലീവ് ഇൻ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹൗസസ് കോൾഡ് ഇഗ്ലൂസ് ഓർ എസ്കിമോ ഹട്ട്സ്. എസ്കിമോസിന് അവരുടെ വീടിന് പറയുന്ന പേരാണ് എന്ത്? ഇഗ്ലൂസ് ഓർ Eskimo huts. Okay, what is the name of their house? Igloos. Okay, during summer months they live in tents made of wood covered with seal skin. സമ്മർ മന്ത്സിൽ അവരെങ്ങനെയാണ്? അവർ വുഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ടെൻറ്റ് മേക്ക് ചെയ്ത് അതിനോടൊപ്പം തന്നെ സീൽഡ് സ്കിന്നും ഒക്കെ വെച്ചിട്ടാണ് അവർ ടെൻറ്റ് കവർ ചെയ്ത് വെക്കുന്നത്. ദീസ് ടെൻറ്റ്സ് ആർ കോൾഡ് ടൗപിക്സ്. വട്ട് ഈസ്? സമ്മർ സീസണിൽ അവർ മേക്ക് ചെയ്യുന്ന ടെൻറ്റിന് പറയുന്ന പേരാണ് എന്ത്? ടൗപിക്സ്. വട്ട് ഈസ് ടൗപിക്സ്? ദ ടെൻറ്റ്സ് ആർ കോൾഡ് ഡ്യൂറിങ് സമ്മർ മന്ത്സ് ദേ മേക്ക് ടെൻറ്റ്സ്. ദീസ് ടെൻറ്റ്സ് ആർ കോൾഡ് ടൗപിക്സ്. Okay, some tents have raised
platforms. These people are very skilled hunters and fishermen. ചില ടെൻസുകൾ എന്ന് പറയുന്നത് എന്താ, നല്ല പ്ലാറ്റ്ഫോം പോലെ റൈസ് ചെയ്തിട്ടാണ് അവർ മേക്ക് ചെയ്യുന്നത്. എസ്കിമോസ് കൂടുതലും എന്തായിരിക്കും, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഹണ്ടേഴ്സും ഫിഷർമെനും ആണ്. ഓക്കെ, ദെയർ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹണ്ടിങ്, ഫിഷിങ് ആൻഡ് ഗാദറിങ് റൂട്ട്സ് ആണ്. അപ്പോൾ ദേ ആർ വെരി സ്കിൽഡ് പേഴ്സൺസ്. ദേ യൂസ് ലാർജ് ബോട്ട്സ് കോൾഡ് ഉമിയാക്സ് ഫോർ ഹണ്ടിങ് വെയിൽസ്. അപ്പോൾ അവർ നല്ല ഫിഷർമെൻ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അവർ ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്ന ലാർജ് ബോട്ട്സ് ഈസ് കോൾഡ് വാട്ട് ഈസ് ഉമിയാക്സ്. വാട്ട് ഈസ് ഉമിയാക്സ്? ദർ large boats is called umiaks that used for hunting whales. whalesനെ ഹണ്ട് ചെയ്യാനാണ് യൂമിയാക്സ് എന്ന ബോട്ട് അവർ യൂസ് ചെയ്യുന്നത്. then kayaks, which are small boats meant for a single person, are used for hunting sea animals. then their small boats are called കയാക്സ്. അവർ യൂസ് ചെയ്യുന്ന അവിടെ സ്മോൾ ബോട്ട്സിന് തന്നെ എന്ത് പറയുന്ന കയാക്സ് എന്ന് പറയുന്ന അതെന്താണ്, ഒരു പേഴ്സണ് മാത്രമാണ് ഈ കയാക്സിലൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ആ കയാക്സ് അവരെന്തിനെ യൂസ് ചെയ്യുന്നത്, അവർ ആനിമൽസിനെ ഹണ്ട് ചെയ്ത് പിടിക്കാനായിട്ട്, സീ ആനിമൽസിനെ ഹണ്ട് ചെയ്യാനായിട്ട് കയാക്സ് എന്ന സ്മോൾ ബോട്ട് യൂസ് ചെയ്യുന്നു. അറ്റ് എ ടൈം സിംഗിൾ പേഴ്സണ് മാത്രമാണ് ഈ കയാക്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, they make holes in the eyes for hunting fish. Okay, they hunt animals with a special type of spear called harpoon. അപ്പോൾ അവർ ഹണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പിയറിനെയാണ് ഏത്, ഹാർപൂൺ എന്ന്. സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അമ്പൊക്കെ ഇല്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്, ഹാർപൂൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫിഷിനെ ഹണ്ട് ചെയ്യാനായിട്ട് ഐസിൽ ഹോൾസും മേക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, നൗ ഡേയ്സ് ദേ യൂസ് ഓട്ടോമാറ്റിക് റൈഫിൾസ് ഫോർ ഹണ്ടിങ്. ഓക്കെ, ഏർലി ടൈമിൽ അവരെന്താണ്, ഹാർപൂൺസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് നൗ ഡേയ്സ് ദേ യൂസ് ഓട്ടോമാറ്റിക് റൈഫിൾസ് ഫോർ ഹണ്ടിങ്. കാർട്സ് കോൾഡ് സ്ലഡ്ജസ് ആർ യൂസ്ഡ് ആസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അവർ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നതാണ് ഏത്, സ്ലഡ്ജസ് എന്ന് പറയുന്നത്. അവർ യൂസ് ചെയ്യുന്ന കാട്ടിനെയാണ് സ്ലഡ്ജസ് എന്ന് പറയുന്നത്. ദീസ് സ്ലഡ്ജസ് ആർ ഡ്രോൺ ബൈ റെയിൻഡിയർ ഓർ ഡോഗ്സ്. ഈ സ്ലഡ്ജസ് ഡ്രോൺ ചെയ്യുന്നത് ആരാണ്, റെയിൻഡിയർ അല്ലെങ്കിൽ ഡോഗ്സ്. ഡോഗ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹസ്കീസ് എന്നുള്ളത്. ഓക്കെ, ഇൻ സമ്മർ ദേ വോക്ക് ഓവർ ലാൻഡ് ആൻഡ് ട്രാവൽ ബൈ ബോട്ട് ഓവർ വാട്ടർ. ഈ സ്ലഡ്ജസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ കൂടുതലും ഐസ് ആയതുകൊണ്ട് എന്താണ്, അവർക്ക് ഈ ഐസിലൂടെ പെട്ടെന്ന് തെന്നി പോകാൻ കഴിയല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലഡ്ജസ് യൂസ് ചെയ്യുന്ന ഈ റെയിൻഡിയറോ അല്ലെങ്കിൽ ഹസ്കീസ് എന്ന് പറയുന്ന ഡോഗ്സൊക്കെ അത് പുള്ളി ചെയ്ത് പോകുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും. സമ്മർ സീസൺ ആകുമ്പോഴെന്താണ്, കുറച്ചൊക്കെ എന്താണ് സൺലൈറ്റൊക്കെ ലഭിക്കുന്നതുകൊണ്ട് അവർ ലാൻഡിലൂടെ നടക്കുകയും അതുപോലെ തന്നെ വാട്ടറിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ബോട്ട് യൂസ് ചെയ്യുകയും ഒപ്പം അവർ സമ്മർ സീസണിൽ ലാൻഡിലൂടെ വോക്ക് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ലുക്ക് ദിസ് ഇമേജ് ഇസ് എ എസ്കിമോ ആൻഡ് എ ഇഗ്ലു യു ക്യാൻ സീ ഹിയർ. ഓക്കെ, ഈ ഇഗ്ലു എങ്ങനെയാണ്, ഐസ് കട്ട എന്താണ് വെട്ടിയാണ് എടുത്താണ് എന്താ ഇഗ്ലു ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ വീടൊക്കെ എന്താണ് വെട്ടുകല്ലൊക്കെ വെട്ടിയെടുത്ത് കൊണ്ട് കെട്ടി വീടുണ്ടാക്കാറില്ല. അതുപോലെ തന്നെ അവർ എസ്കിമോസ് എന്താണ് ഐസ് വെട്ടിയെടുത്തിട്ടാണ് ഇതുപോലെ ഇഗ്ലു ഉണ്ടാക്കുന്നത്. ടുഡേ ഫസ്റ്റ് വി ഡിസ്കസ്ഡ് ക്ലൈമറ്റ് ഓഫ് ഗ്രീൻലാൻഡ്. ഹിയർ വെരി കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ. ഹിയർ സൺറൈസ് fall in a slanting direction. Some months get light and some months do not get sunlight. Okay, then this place is called land of the midnight sun. Here very rare rainfall. Here we can see some very few varieties of vegetation, that is mosses, lichens, grasses and bushes. Okay, then here
Next we discussed the animal life. Here there are some animals found in this region, that is reindeer, polar bear, musk ox, seals and wolf-like dogs called huskies are the important animals here. Then these huskies are used for hunting and pulling the sledges. Then here we can see very few birds like geese and water. Then in a sea region we can see eels, walruses, whales and polar bears. Then these are the animals in this region. Next we discussed the life of the people. Here the original inhabitants of Greenland is Eskimos. They came from North America around 1000 years ago. Okay, 80% of the population are Eskimos and remaining being Danes. Then what is the physical features of Eskimos? They have short and stout bodies. Their faces are flat with narrow black eyes. Their color of skin is copper yellow skin. Okay, is hunting, fishing and gathering roots. Eskimos wear clothes made of animal skin. Men, women and children wear clothes made of seal skin. Okay, then they use a jacket that is called a parka, and also they cover their head. This parka has a hood to cover the head. Then they generally wear double trousers and high boots that are made up of seal skin. Then Eskimos live in a special type of house is called igloos. Then in the summer months they made tents. These tents are called taupiks. These tents made of wood covered with seal skins. These peoples are very skilled hunters and fishermen. They use large boats are called umiaks. These umiaks used for hunting whales. Then small boats is called kayaks that for a single person are used for hunting sea animals. Then they hunt animals with a special type of spear is called harpoons. Nowadays they use automatic rifles for hunting. Then carts called sledges are the important means of transportation. The sledges are drawn by reindeer or dogs. In the summer season they walk over the land and travel by boat over water. Okay, these are the important points in this part. You should read our textbook, that is very important, and also you study the main points in this chapter. Okay, we can wind up our class. Thank you. Have a nice day.